اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدرك ومقدارك العظيم. ഏതൊരു അറിവും ചെറുതല്ല. ഓരോ അറിവും ഒരു മനുഷ്യനെ മറ്റു ഒരു തലങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരറിവാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ എങ്ങനെയാണ് ഭരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹു ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഒരു വിശ്വാസി അറിഞ്ഞിരിക്കണം. അതായത് അള്ളാഹു തആല മലക്കുകൾക്ക് ആജ്ഞ നൽകുന്നത്, മലായിക്കത്തുകൾ അത് അനുസരിക്കുന്നത്, മലക്കുകൾ മുഖേന കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത്, ആകാശലോകത്തുനിന്ന് ഭൂമിയിലേക്ക് ആജ്ഞകൾ അവതരിപ്പിക്കുന്നത്, ഉപരിലോക ഗോളങ്ങളെയും അതുപോലെ നക്ഷത്രങ്ങളെയും സഞ്ചരിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഭൂമിയിലെ വസിക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ അത് ആകാശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്, ഭക്ഷണത്തിന്റെ താക്കോൽ ആകാശത്താക്കിയിരിക്കുന്നത്, ഇങ്ങനെയുള്ള അറിവുകളൊക്കെ ഒരാൾ എന്ത് ചെയ്യണം? സമ്പാദിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിനെ ഭരിക്കുന്നത് എങ്ങനെയാണ് എന്ന് അറിയാൻ അള്ളാഹുവിനെ അറിയുന്ന വിഷയത്തിൽ മഹാരഥന്മാരാകുന്ന ആളുകൾ പറഞ്ഞത്, ഈ വിഷയത്തിനെ കുറിച്ച് മഅരിഫത്തുൽ അഫ്ആൽ എന്നാണ് പറയാൻ. ഈ ജ്ഞാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിനെ ഭരിക്കുന്നത് എങ്ങനെയാണ് എന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മളെ സംബന്ധിച്ച് അറിയണം. നമ്മിൽ ഏതൊക്കെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നീ നിന്റെ ശരീരത്തെ ഭരിക്കുന്നത് എപ്രകാരമാണ് എന്ന് സ്വയം അറിഞ്ഞാൽ മതി. അത് സ്വയം അറിഞ്ഞു കഴിഞ്ഞാൽ പരമ്പൊരുളാകുന്ന സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബ്രഹ്മാണ്ടത്തെ ഭരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിനക്ക് അറിയാൻ കഴിയും. അല്ലെങ്കിൽ ഒരിക്കലും കഴിയില്ല. ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നു, ആദ്യമായി നിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും നീ ഗ്രഹിക്കണം. ബഹുമാനപ്പെട്ട ഒരു ഉദാഹരണം പറയുന്നു, നീ ബിസ്മില്ല എന്ന ഒരു കടലാസിൽ നിനക്ക് എഴുതണമെങ്കിൽ ആദ്യമായി നിന്നിൽ ഒരാഗ്രഹവും ഒരു വിചാരണയും ഉണ്ടാകണമല്ലോ. നീ ഒരു ബിസ്മില്ല എന്നുള്ളത് നിനക്കൊരു കടലാസിൽ എഴുതണമെങ്കിൽ ആദ്യം നിനക്ക് എന്ത് വേണം? നിന്നിലൊരു ആഗ്രഹം വേണം, ഒരു വിചാരം വേണം, ഇങ്ങനെ എഴുതണം എന്നുള്ളത്. അതിനുശേഷം നിന്റെ ഹൃദയത്തിൽ ഒരു ചലനം ഉണ്ടാവും. ഹൃദയം എന്ന് പറയുന്നത് ലത്തീഫത്തുർ റബ്ബാനിയ എന്ന് പറയുന്ന സാധനമാണ്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഹൃദയത്തിൽ എന്തുണ്ടാകണം? ആദ്യം ഒരു ചലനം ഉണ്ടാകണം. അതിൻ്റെ അന്തർഭാഗത്ത് നിന്ന് ഒരു സൂക്ഷ്മ വസ്തു അത് ഇളകി അത് നേരെ തലച്ചോറിലേക്ക് എത്തണം. അപ്പൊ ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു കടലാസിൽ എഴുതണമെങ്കിൽ എഴുതാനുള്ള ഒരാഗ്രഹവും ഒരു വിചാരവും ഉണ്ടാകണം. ശേഷം നിന്റെ ഹൃദയത്തിൽ എന്തുണ്ടാകുന്നു? ഒരു ചലനം ഉണ്ടാകുന്നു. അതിനുശേഷം അതിൻ്റെ അന്തർഭാഗത്തു നിന്ന് ഒരു സൂക്ഷ്മ വസ്തു ഇളകി തലച്ചോറിലേക്ക് എത്തുകയാണ്. ഇതിന് ശരിക്ക് വൈദ്യശാസ്ത്രജ്ഞന്മാര് പറയുന്നത് അതിനെക്കുറിച്ച് പ്രാണൻ എന്നാണ്. കാരണം ഒരു മനുഷ്യന്റെ ഇന്ദ്രിയ ബോധം, ചലനം, ഇവർക്കുള്ള ശക്തികളെ വഹിച്ചിരിക്കുന്നത് ഈ പ്രാണനാണ്. ഈ പ്രാണൻ എല്ലാ ജീവികൾക്കും കൊണ്ട് നശ്വരമായൊരു സാധനമാണ്. അങ്ങനെ
ആ പ്രാണൻ തലച്ചോറിലേക്ക് എത്തി, ആ ജീവശക്തി തലച്ചോറിലെത്തുമ്പോൾ നമ്മുടെ ഭാവനാ ശക്തിയുടെ ഇരിപ്പിടമായ തലച്ചോറിൽ പ്രഥമമായി കൊണ്ട് തന്നെ ആ നമ്മുടെ അറയിൽ, തലച്ചോറിൽ അറയുണ്ട്, ആ അറയിൽ ബിസ്മില്ല എന്ന രൂപം അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ അത് സിരകളിൽ ഒരു വിചാരം ഉണ്ടാക്കും. എന്നിട്ടോ തലച്ചോറിൽ നിന്ന് അത് ബഹിർഗമിച്ച് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അങ്ങ് വ്യാപിക്കും. അങ്ങനെ അത് നൂലുപോലെ വിരലുകളിൽ ചുറ്റിത്തിരിയും. അങ്ങനെ ആ ഞരമ്പുകൾ പതിയെ ചലിക്കുകയും ആ ചലനം വിരലുകളുടെ അറ്റങ്ങളെ ചലിപ്പിക്കുകയും വിരലുകൾ പേനകളെ അനക്കുകയും അങ്ങനെ ആ തലച്ചോറ് കണ്ണുമായി ബന്ധപ്പെടുകയും ആ കണ്ണുകൊണ്ട് ഒരു കടലാസിലേക്ക് നമ്മൾ നോക്കുകയും അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന രൂപം ആ ഭാവന ശക്തിയുടെ അറയിലിരുന്ന ആ ഒരു പ്രകാശം ഉണ്ടല്ലോ, അത് ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടുകൂടെ അവന്റെ കടലാസിലേക്ക് കണ്ണിന്റെ സഹായത്തോടുകൂടെ പതിയുകയും ചെയ്യുന്നു. ഇപ്പൊ ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടന്നത്. അങ്ങനെ ഒരു വിചാരം ഉണ്ടായി, ഹൃദയത്തിൽ ചലനുണ്ടായി, ആ ചലനം നേരെ തലച്ചോറിലേക്ക് എത്തി. തലച്ചോറ് പിന്നെ ഈ ശരീരഭാഗങ്ങളിലേക്കുള്ള ഒരു അറിയിപ്പ് കൊടുത്തു. ആ അറിയിപ്പ് നമ്മുടെ ഞരമ്പുകളിൽ ചലനുണ്ടാക്കി. ആ ഞരമ്പുകൾ നമ്മുടെ കൈകളെ വിറപ്പിച്ചു. കൈകൾ പേനയെടുക്കാൻ തീരുമാനിച്ചു. തലച്ചോറ് പിന്നെ കണ്ണിനോട് മറ്റേ ഈ കടലാസിലേക്ക് നോക്കാൻ പറഞ്ഞു. ആ കടലാസിലേക്ക് നോക്കി. ആ എഴുത്ത് ആ കടലാസിൽ എന്ത് ചെയ്തു? രൂപപ്പെട്ടു. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് തന്നെ എത്രമാത്രം എഫക്റ്റുകളാണ് നമ്മിൽ നടന്നത്. എന്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടെയാണ് നമ്മൾ കടലാസിൽ നമ്മളൊരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയത്. എന്തൊക്കെ ഇടപെടലുകൾ അവിടെ നടന്നു. അപ്പൊ നമ്മിലുണ്ടാകുന്ന കാര്യങ്ങൾ പോലും ചിന്തിക്കാനും ആലോചിക്കാനും മനുഷ്യന് കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് പ്രപഞ്ചനാഥനാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ഭരിക്കുന്നത്? നമ്മൾ എങ്ങനെ മനസ്സിലാക്കാനാ? നമ്മളിവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളിൽ പോലും നമുക്ക് അശ്രദ്ധയാണ്, അതിൽ പോലും നമുക്ക് ചിന്തയില്ല. അപ്പൊ നമ്മിൽ നടക്കുന്ന ഈ ഒരു സ്വഭാവത്തിനെ ഇത്രമാത്രം വിശദീകരണങ്ങളെ കുറിച്ച് ഒരാൾ ബോധവാനായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നടപ്പിലാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു മനുഷ്യന് ബോധം ഉണ്ടാവും. ആദ്യമായി അത് അർശിലേക്ക് വരും. അള്ളാഹുവിന്റെ അർശങ്ങ് ചലിക്കും. അർശിൽ നിന്ന് അതിന്റെ കാര്യങ്ങൾ ലൗഹുൽ മഹ്ഫൂദിലേക്ക് എത്തും. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മലായിക്കത്തുകളാകുന്ന ആളുകൾ അത് ശേഖരിക്കും. ആ മലായിക്കത്തുകളാകുന്ന ആളുകൾ ആ ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഗ്രഹങ്ങളോടും എന്താണ് പറയുന്നത്? ഓരോ ഗ്രഹത്തിന്റെയും കാലാവസ്ഥ ഏത് രൂപത്തിലാകണം? അവിടെ മഴയാണോ വേണ്ടത്? അതല്ല ഉഷ്ണകാലമാണോ വേണ്ടത്? അതല്ല ശൈത്യകാലമാണോ വേണ്ടത്? അതൊക്കെ മലായിക്കത്തുകളാണ് അവിടെ കൊണ്ടുപോയി ആക്കുന്നത്. ഓരോ സൃഷ്ടികൾക്കും വേണ്ട ഊർജം എങ്ങനെയാണ്? ഓരോ സൃഷ്ടികളും ഏത് രൂപത്തിലാണ് ഊർജം സ്വീകരിക്കുന്നത്? ഏതൊക്കെ വസ്തുക്കളെയാണ് ഓരോ സൃഷ്ടികളും പുറത്തേക്ക് തള്ളുന്നത്? അതിനാവശ്യമായ കെമിക്കൽസുകൾ എത്രമാത്രം വേണം? അതൊക്കെ മലായിക്കത്തിന്റെ ഡ്യൂട്ടിയാണ്. അങ്ങനെ മലായിക്കത്തുകളാണ് ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളിലും ഏത് വിഷയങ്ങളിലും എന്ത് ചെയ്യുന്നത്? നിക്ഷേപിക്കുന്നത്. അത് അള്ളാഹുവിന്റെ ഓർഡറാണ്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ആ കെമിക്കലുകളൊക്കെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മലായിക്കത്തുകൾ എന്ത് ചെയ്യുന്നു? അത് കൊണ്ടുപോയി ആ വ്യക്തിയിൽ നിക്ഷേപിക്കുമ്പോൾ കുൻ ഫയകൂൻ. അള്ളാഹു എന്താണോ ആ സമയത്ത് അവിടെ ഉദ്ദേശിച്ചത്, ശിശിരകാലമാണെങ്കിൽ അതാണ്, ഉഷ്ണകാലമാണെങ്കിൽ അതാണ്, ശൈത്യകാലമാണെങ്കിൽ അതാണ്, സ്നേഹിക്കാനാണെങ്കിൽ ആ സ്നേഹമാണ്, ശിക്ഷിക്കാനാണെങ്കിൽ ആ ശിക്ഷയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ ഇച്ഛിക്കുന്നത്, അള്ളാഹു എന്താണോ കരുതുന്നത്, അത് മലായിക്കത്ത് മുഖേന എന്ത് ചെയ്യാണ്? നമ്മുടെ ഭൂമി ലോകത്തിൽ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുവിലേക്കും അത് എത്തുകയാണ്.
ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മളിൽ നടക്കുന്ന പ്രതിഫലനം നമ്മൾ അറിയണം. നമ്മളിൽ ഉണ്ടാകുന്ന ഓരോ പ്രതിഫലനങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം, അല്ലെ? ഫഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖ ആദമ അലാ സൂറത്തിഹി, അല്ലാഹു ആദമിനെ തന്റെ രൂപത്തിലാണ് സംവിധാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫഅരിഫ് നഫ്സക യാ ഇൻസാൻ, എങ്കിൽ തഅരിഫ് റബ്ബക, അതിനാൽ ഹേ മനുഷ്യ നീ നിന്നെ അറിയുക, എന്നാൽ നിന്റെ നാഥനെ നിനക്ക് പൂർണ്ണമായിട്ടും അറിയാൻ കഴിയും. നീ നിന്റെ ശരീരത്തിൽ നടപ്പിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ, അതൊന്നും നീ മനസ്സിലാക്ക്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങളെ കുറിച്ച് നീ ബോധ്യവാനാകും. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ നിനക്കറിയാൻ കഴിയും. നിന്റെ ഗുണവിശേഷണങ്ങളിലൂടെ അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ അറിയാൻ നിനക്ക് കഴിയുമെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ അറിയാനും മനസ്സിലാക്കാനും അതിലൂടെ അള്ളാഹുവിനെ അറിയാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.